കോൾപ്പാടത്തിന്റെ ബണ്ടുകളുടെ ഓരം ചേർന്ന് പച്ചക്കറി കൃഷി ഇറക്കി. ഈ ഓണക്കാലത്ത് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ സാധ്യതയ്ക്ക് വഴി തുറക്കുകയാണ് അടാട്ട് 9 മുറി കോൾപ്പടവ് കമ്മിറ്റി. കോൾപ്പാടങ്ങളിൽ ബണ്ടുകളുടെ ഓരം ചേർന്ന് തെങ്ങുകൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു പതിവ് കാഴ്ചയാണ്. എന്നാൽ പാടം മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുന്ന വർഷക്കാലത്ത് ബണ്ടുകളിലെ തെങ്ങുകൾക്കിടയിൽ ഇടവിളയായി പച്ചക്കറി കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വിജയം കണ്ടിരിക്കുകയാണ് അടാട്ട് 9 മുറി കോൾപ്പടവ് കമ്മിറ്റി. അടാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ വരുന്ന 12 കോൾപ്പടവ് കമ്മിറ്റികളിൽ ഒന്നായ 9ാം കോൾപ്പടവ് കമ്മിറ്റിയാണ് ബാങ്ക് പ്രസിഡന്റ് MV രാജേന്ദ്രന്റെ പ്രചോദനത്തിനനുസരിച്ച് പുത്തൻ കാർഷിക പരീക്ഷണത്തിന് മുതിർന്നത്. നാളികേരം പാട്ടത്തിനായിട്ട് കൊടുത്തു. അത് കൊടുത്തതിൽ അതിൽ ഇടവിള ചെയ്യാനായിട്ട് പച്ചമുളക്, കയ്പ, കുമ്പളം, വെണ്ട ഇങ്ങനെയൊക്കെ പാടുകൂടി പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് ചെയ്യാനായിട്ട് പറഞ്ഞ് അവൻ ചെയ്യാമെന്നുള്ളതും പറഞ്ഞ് അതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് 11 മാസത്തേക്ക് ആദ്യത്തൊരു ഇത് ഞങ്ങൾ ചെയ്തു കൊടുത്തു. അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് കണ്ട് ആൾക്കാർക്ക് അതൊരു നല്ലതാണെന്നുള്ളത് തോന്നിയപ്പോൾ ബാക്കിയുള്ള ഞങ്ങളുടെ 12 പടവുണ്ട് ബാങ്കിൻ്റെ പേരിൽ. ആ 12 പടവരും ഇതേ ജാതിയിലെ ബണ്ടുകൾ കൊടുക്കാനും കൊടുത്തു. അടാട്ട് സ്വദേശി ER മോഹനൻ ആണ് കോൾപ്പടവിന്റെ 2 കിലോമീറ്റർ വരുന്ന ബണ്ടിന്റെ ഓരങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. പൂർണ്ണമായും ജൈവ കൃഷി രീതിയിലാണ് ഇവിടെ പാവൽ, മുളക്, കുമ്പളം തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ വിളയിച്ചെടുക്കുന്നത്. വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഇവിടുന്ന് അർബാനിക്ക് 3 ബാരൽ വെച്ചിട്ടുണ്ട്. 3 പോരാ 5 വേണം. അപ്പോൾ പച്ചച്ചാണകം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് തട്ടും. ഒരു ബാരലിലേക്ക് 10 കിലോ പിണ്ണാക്കിടും. പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3 കുറ്റിയിലേക്കും കൂടിയിട്ട് ഒരു കൂട് ഇത്തള് അതൊരു 10 കിലോ എന്ന് തോന്നണം. നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് അപ്പോൾ കുറുകുറുന്ന് തന്നെ ഇരിക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് 1 കപ്പ് കയ്പയ്ക്ക് ഒരു 3 കപ്പ് വെച്ച് അത് ഒഴിച്ചു കൊടുക്കും. കീടനാശിനികളോ രാസവളങ്ങളോ ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അടാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ മുഖേനയാണ് വിറ്റഴിക്കുന്നത്. വരും വർഷങ്ങളിൽ മറ്റ് കോൾപ്പടവുകളിലേക്കും ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നത്. മലയാളക്കരയുടെ കാർഷിക സമൃദ്ധിയുടെ സ്മരണകളുമായി മറ്റൊരു പൊന്നോണം കൂടി വിരുന്നെത്തുമ്പോൾ കാർഷിക മേഖലയിലേക്ക് കോൾപ്പാട വരമ്പുകളിലും ബണ്ടുകളിലും 100 മേനി പച്ചക്കറികൾ വിളയിച്ചുകൊണ്ട് മറ്റൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് അടാട്ട് ഫാർമേഴ്സ് ബാങ്കിന് കീഴിലുള്ള 9 മുറി കോൾപ്പടവ് കമ്മിറ്റി. 9 മുറി കോൾപ്പടവ് കമ്മിറ്റിയുടെ പാവയ്ക്കപ്പന്തലിന് കീഴേ നിന്നും ക്യാമറമാൻ ആഷിഖിനൊപ്പം ബൈജു ദേവസി, ടീം TCV.